കേന്ദ്ര ബജറ്റിനായുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റാണ് നാളെ അവതരിപ്പിക്കാനിരിക്കുന്നത്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും നാളത്തെ ബജറ്റിൽ ധനമന്ത്രി കാത്തുവെച്ചിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുമോ എന്നെല്ലാമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയിലൊന്നായാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വൈകാതെ 3ാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. ഇതിന് സഹായകമാകുന്ന എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നതും ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറം ചില വലിയ വെല്ലുവിളികളാണ് ഉള്ളത്. GDP-യിലെ ഇടിവും രൂപയുടെ മൂല്യം കുറയുന്നതുമെല്ലാം ബജറ്റിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് പ്രധാനമാണ്. ഏതൊക്കെയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിലെ വെല്ലുവിളികൾ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം GDP-യുടെ തകർച്ചയാണ്. കഴിഞ്ഞ 4 പാദങ്ങളിലും രാജ്യത്തിന്റെ GDP താഴേക്കാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ 6.7% GDP. എന്നാൽ 2ാം പാദമായപ്പോഴേക്ക് 5.4% എന്ന വലിയ ഇടിവ് GDP-യിൽ ഉണ്ടായി. 1ാം പാദത്തിൽ 6.8% വളർച്ച കൈവരിച്ച മൊത്തം മൂല്യവർധന 2ാം പാദത്തിൽ വെറും 5.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 7 പാദങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ GDP വളർച്ചയാണിത് എന്ന് വ്യക്തമാകും. ഉപഭോഗത്തിൽ വന്ന കുറവ്, സർക്കാർ ചിലവിലുണ്ടായ ഇടിവ്, കുറഞ്ഞ സ്വകാര്യ മുതൽ മുടക്ക്, പണപ്പെരുപ്പം, ഉയർന്ന പലിശ നിരക്ക്, കുറയുന്ന ബാങ്ക് വായ്പ വളർച്ച തുടങ്ങിയവയാണ് GDP-യെ ദോഷകരമായി ബാധിച്ചത്. അടുത്തത് രൂപയുടെ വിലയിടിവാണ്. സമീപകാലത്തായി ഡോളറിനെതിരെ തകർന്നടിയുകയാണ് രൂപ. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ്. നടപ്പ് സാമ്പത്തിക വർഷം ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 3.39% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യ തകർച്ച കുറയ്ക്കാൻ RBI വിപണിയിൽ നിരന്തരം ഇടപെട്ട് ഡോളർ വിറ്റഴിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. പണപ്പെരുപ്പത്തിലെ വർധനവ് മറ്റൊരു കാരണമാണ്. പണപ്പെരുപ്പമാണ് സമ്പദ് വ്യവസ്ഥയിൽ ഭീഷണി സൃഷ്ടിക്കുന്ന ഘടകം. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ പണപ്പെരുപ്പം ഉയർന്ന നിരക്കിലാണ്. ഭക്ഷ്യവിലക്കയറ്റം സാധാരണക്കാരുടെ നടുവൊടിക്കുകയാണ്. ഇത് പിടിച്ചു നിർത്താൻ എന്ത് നടപടിയാണ് ധനമന്ത്രി കൈക്കൊള്ളുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒക്ടോബറിൽ 6.21% ചില്ലറ പണപ്പെരുപ്പം. ഇത് ഡിസംബറിൽ 5.22% കുറഞ്ഞു. 10.87% ഭക്ഷ്യവിലക്കയറ്റം 8.65% കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് പ്രതീക്ഷിക്കാവുന്ന നിരക്കല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. ഇന്ന് രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തതോടെ പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം ലോക്സഭയും രാജ്യസഭയും ഹ്രസ്വമായി ചേരും. ഈ അവസരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ മേശപ്പുറത്ത് വയ്ക്കും. സാമ്പത്തിക സർവേ ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യസഭയിലും അവതരിപ്പിക്കും. സാമ്പത്തിക മന്ത്രാലയത്തിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കിയ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മേൽനോട്ടത്തിൽ രൂപപ്പെടുത്തിയ സാമ്പത്തിക സർവേ 2024-25 സമ്പദ് വ്യവസ്ഥയെയും വിവിധ സൂചകങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കും. ഇതിനൊപ്പം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ചില കാഴ്ചപ്പാടുകളും സർവേയിൽ ഉണ്ടായിരിക്കും. നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 13-ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഏതൊക്കെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.